ഞാനിപ്പോൾ കോഴിക്കോടാട്ടുള്ളത്. കോഴിക്കോട് ഒരു റീറ്റെയിൽ എക്സ്പോ കാണാൻ വന്നതാണ്. റീറ്റെയിൽ എക്സ്പോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ റീറ്റെയിൽ പ്രൊഡക്ട്സ് ഇല്ലേ, ഇത് ഫുഡാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആവട്ടെ, ഇതൊക്കെ എക്സ്പോ ചെയ്തിട്ട് ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എക്സ്പോ ആണ് റീറ്റെയിൽ എക്സ്പോ എന്ന് പറയുന്നത്. അതിൽ ഫുഡായിട്ടും നോൺ ഫുഡ് ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മേടിക്കാം, അല്ലെങ്കിൽ നമ്മൾ കച്ചവടമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിലേക്ക് അത് ഓർഡർ കൊടുക്കാം. ഇതിനൊക്കെ എല്ലാത്തിനും സൗകര്യങ്ങളുള്ള ഒരു എക്സ്പോ ആണ്. കിഡിലൻ എക്സ്പോ ആയിരുന്നു സംഭവം. എനിക്കിങ്ങനത്തെ എക്സ്പോകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കോഴിക്കോട് ഇങ്ങനത്തെ ഒരുപാട് എക്സ്പോകൾ വരലുണ്ട്. ഈ റീറ്റെയിൽ ബിസിനസ് പരമായിട്ടുള്ള ഒരുപാട് എക്സ്പോകൾ വരലുണ്ട്. എനിക്കിങ്ങനത്തെ എക്സ്പോ ഇഷ്ടപ്പെടാൻ കാരണം നമുക്ക് ഈ വെറൈറ്റി ഫുഡുകൾ നമ്മൾ ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ഫുഡുകൾ നമുക്ക് അവിടുന്ന് സാമ്പിൾ നോക്കാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. നമുക്ക് എന്തെങ്കിലും കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിലേക്ക് സാധനങ്ങളൊക്കെ ഓർഡർ കൊടുക്കാം. അങ്ങനത്തെ എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു കമ്പനി അവരുടെ ഐറ്റംസ്, അതായത് ഇവർക്ക് പുട്ടുപൊടിയാണുള്ളത്. അപ്പോൾ ഈ പുട്ടുപൊടി അതുപോലെ ചിക്കൻ മസാലയൊക്കെ ഉണ്ട്, അവർക്ക് ചിക്കൻ മസാല ഫിഷ് മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫിഷ് മസാല കൊണ്ട് ചിക്കൻ മസാല കൊണ്ടൊക്കെ കറി ഉണ്ടാക്കും. അതുപോലെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പുട്ട് അവർ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ചായപ്പൊടി കച്ചവടം നടത്തുന്നവർ അവരുടെ ചായപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചായയുടെ ഒരു ചെറിയൊരു ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൈസയൊന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാം. അങ്ങനത്തെ ഒക്കെ ഒരു, അപ്പോൾ നമ്മളൊരു പ്രൊഡക്ട്സിന് കൂടുതൽ ഒരു ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ എക്സ്പോ എന്ന് പറയുന്നത്. വേറെ സെക്ഷനിലുള്ളത് ഐസ്ക്രീമിൻ്റെ ആട്ടോ. ഇവർ പുതിയ പ്രൊഡക്ട്സുകൾ ഐസ്ക്രീമിൻ്റെ പുതിയ ഫ്ലേവറൊക്കെ ഇറക്കുമ്പോൾ ഇങ്ങനത്തെ എക്സ്പോയിലൊക്കെ വെച്ചാൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. പിന്നെ കോഫി പൗഡർ, ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ കോഫി പൗഡർ കൊണ്ട് അവരുണ്ടാക്കിയ കോഫിയൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ പായസം, പിന്നെ ഐസ്ക്രീം തന്നെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഐസ്ക്രീം ആട്ടോ. ഈ ഐസ്ക്രീമൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തുകൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ബൾക്ക് ഓർഡറോ ഒക്കെ ചെയ്യാവുന്ന ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇളനാട് പാല്, അത് നമ്മളധികം കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കൂടുതൽ ആൾക്കാർ മിൽമയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ പാലും അവർ പുതിയ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള പ്രൊഡക്ട്സും ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ ഇവിടുത്തെ ഐസ്ക്രീമൊക്കെ കിട്ടില്ല കേട്ടോ അവരുടെ. ഇത് മറ്റൊരു ഐസ്ക്രീമിൻ്റെ കമ്പനി ആട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഐസ്ക്രീമിൻ്റെ കമ്പനി ആട്ടോ. അതുകൊണ്ട് തന്നെ ഐസ്ക്രീം തിന്ന് മടുത്ത് എന്ന് വേണമെങ്കിൽ പറയണം. നല്ലൊരു തീറ്റക്കാരനാണെങ്കിൽ ഐസ്ക്രീമൊക്കെ തിന്ന് മടുക്കട്ടെ നമുക്ക് വേണമെങ്കിൽ. നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും. എത്ര വെറൈറ്റി ഓപ്ഷൻ നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്ത ഫ്ലേവറിൽ കിട്ടില്ല ഐസ്ക്രീമുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ടേസ്റ്റ് നോക്കാം. പിന്നെ വീണ്ടും ഇതാ വേറൊരു ഐസ്ക്രീം ക്യാമറി എന്ന് പറഞ്ഞിട്ടുള്ള, അതൊക്കെ ഇവരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എടുത്തിട്ട് കഴിക്കാം. ഇവരെ ഏറ്റവും പുതിയ പ്രൊഡക്ട്സൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അവർക്കൊരു പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് ഐസ്ക്രീമുകളൊക്കെ. ചില ഐസ്ക്രീം കമ്പനീൻ്റെ കൂടെ ജ്യൂസുകളും അതുപോലെ ഷേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. മിൽക്ക് ഷേക്ക്, വെറൈറ്റി ഫ്ലേവറിലുള്ള മിൽക്ക് ഷേക്ക്, അതുപോലെ ഡ്രിങ്ക്സ് ഇല്ലേ, അതൊക്കെ ഉണ്ട്. മറ്റേ എന്താ കോക്ടെയിൽ പോലത്തെ ഡ്രിങ്ക്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പ്രോട്ടീൻ ബോൾസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായത്, പക്ഷേ കിടിലൻ ടേസ്റ്റ് ആട്ടോ. ഒരു ജെല്ലി പോലത്തെ ഒരു കട്ടല്ല സാധനം, അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊരു ചിപ്സിൻ്റെ ഐറ്റം ആട്ടോ. ഈ ചിപ്സ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഏറ്റവും ക്വാളിറ്റി വെളിച്ചെണ്ണയിൽ അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കടയിലേക്ക് കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് ആ ചിപ്സിൻ്റെ കമ്പനിയുടെ പേര്. പിന്നെ സ്വീറ്റ്സ്, കുക്കീസ്, കേക്ക്സ്, അങ്ങനത്തെ ഐറ്റംസ് വേറുണ്ട്. അതുപോലെ വേറെ എന്തൊക്കെ നമുക്ക് ദീപാവലിക്കൊക്കെ ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ചിപ്സുകൾ, ചക്ക പൊരിച്ചത്, അങ്ങനെ കുറേ ബേക്കറി ഐറ്റംസ്. ഇതൊക്കെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. ഇതിലും ടേസ്റ്റാണ്. അതിൻ്റെ കളർ സംഭവം കണ്ടാൽ തന്നെ നമുക്കറിയാം അത് നല്ല ക്വാളിറ്റി സംഭവമാണല്ലേ. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ സംഭവമാണ് ഇത് ഷുഗർ ഫ്രീ ബ്രാൻഡ്. ഷുഗർ ഫ്രീ ആയിട്ടുള്ള കുക്കീസ്, കേക്ക്സ് അങ്ങനത്തെ കിട്ടും.
അത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. കാരണം ഇപ്പം നമുക്ക് ഷുഗർ ഫ്രീ അധികം കിട്ടാനില്ല എവിടെയും. ഈ പെപ്സി സെവനപ്പ് അങ്ങനത്തെ കിട്ടുന്നുണ്ട്, പക്ഷേ അങ്ങനത്തെ കുക്കീസുകളൊന്നും ഷുഗർ ഫ്രീ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കിടിലൻ സെറ്റപ്പാണ്. ഇത് ചായ കേട്ടോ. ചായ എന്ന് പറയുമ്പോൾ ചൂടുള്ള ചായ അല്ല, തണുത്ത ചായ, ഐസ് ടീ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസിൻ്റെ ഒരു വേറെ. ഞാൻ ടേസ്റ്റ് നോക്കി, അടിപൊളി. എനിക്ക് ടീ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐസ് ടീയും കൂടി ആകുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് ഓയിലിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഓയിലിൽ കുക്ക് ചെയ്തിട്ടുള്ള പൊരിച്ചിട്ടുള്ള ഓരോ ഐറ്റംസൊക്കെ നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തരും. ഇതുപോലത്തെ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിക്കാം. അതുപോലെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ. ഓയിൽ, ചിക്കന്, അങ്ങനത്തെ ഒക്കെ ഒരു വെക്കുന്ന ഒരു വേറെ ഒരു സംഭവമാണ് ഇട്ടത്. അതുപോലെ ആയുർവേദിക് സോപ്പാട്ടോ. അത് നമ്മുടെ പാളയിലല്ലേ, പാള എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, കവുങ്ങിൻ്റെ ഇല അതുകൊണ്ട് കവറൊക്കെ ഇതാക്കിയിട്ടില്ല. ക്യാമൽ മിൽക്കിൻ്റെ സോപ്പും കാര്യങ്ങളൊക്കെ, നമ്മുടെ ഓർഗാനിക് പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന സോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇത് അരിയുടെ സെക്ഷൻ കേട്ടോ. വെറൈറ്റി അരികളുണ്ട്. അതുപോലെ പയർ വർഗ്ഗങ്ങൾ, അങ്ങനെ നമ്മുടെ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഇല്ല. ഇതിങ്ങനെ അവരൊരു പേരൊക്കെ എഴുതി വെച്ചാണ് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രൈഡ് ചിക്കൻ്റെ മണം അടിച്ചപ്പോഴാട്ടോ അങ്ങോട്ട് കയറി വെക്കിയത്. അപ്പം സംഭവമാണ് നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ ഇല്ലേ, ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. അതുപോലെ ചിക്കൻ പോപ്കോൺ, സ്ട്രിംസ്, ഇതിൻ്റെയൊക്കെ നമ്മളെ ഫ്രോസൺ ഐറ്റംസ് ഇല്ലേ, ആ സംഭവം കേട്ടോ. അപ്പോൾ അത് അവർ നമുക്ക് സാമ്പിളിന് വേണ്ടിയിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ വെക്കേണ്ട താമസമുള്ളൂ, പെട്ടെന്ന് തീരും. അപ്പോൾ ഞാൻ കുറേയൊക്കെ അതിന് ക്യൂ നിന്നിട്ട് ഇവരെ ശ്രിമ്പും അതുപോലെ ചിക്കൻ പോപ്കോൺ സംഭവങ്ങളൊക്കെ കഴിച്ചു നോക്കി. കിട്ടിലുണ്ടായിട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ അവിടെ ഉച്ചഭക്ഷണത്തിനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത്രയും സാധനങ്ങൾ നമ്മൾ അവിടുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ നമുക്ക് ഈ ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് സംഭവങ്ങൾ, ഈ ഉന്നക്കായ, പഴംപൊരി, അങ്ങനത്തെ കോഴിക്കോടുകാരാണല്ലോ, അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ പൈസ കൊടുക്കണം കേട്ടോ. പൈസ വളരെ ചീപ്പാട്ടോ, 199 രൂപ. നമ്മൾ എത്രയും ഐറ്റംസ് നമുക്ക് അൺലിമിറ്റഡ് കഴിക്കുന്നതിന് 199 രൂപ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ മസാജ് ചെയ്യാനുള്ള മെഷീൻ സംഭവങ്ങളായിട്ട് വേറെ സെക്ഷൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ മസാജ് ചെയ്യുക എന്നുള്ളത്. ഭയങ്കര ഒരു ഫീലിംഗ്, ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു സുഖമുള്ള സംഭവമാണ് ഈ മസാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്നാണ്ട് അവരുടെ ആ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് മസാജ് ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വേറൊരു ഫീലായിരുന്നു, നല്ല സുഖമായിരുന്നു സംഭവം. ഹെഡ് മസാജ്, ഫുട്ട് മസാജ്, പാം മസാജ്, അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാം കേട്ടോ. കിട്ടില്ല സുഖമായിരുന്നു കേട്ടോ സംഭവം. അത് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ അതുപോലെ ഫുൾ ബോഡി മസാജ് ചെയ്യുന്ന ഒരു കസാരയൊക്കെ ഉണ്ടല്ലോ, സോഫ, ആ സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. അതിലൊരു 10 മിനിറ്റ് കിടന്നിട്ടാണ് ഞാൻ പോകുന്നത്.